നമസ്കാരം. കേരളത്തിൽ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ വീടോ മറ്റു വാണിജ്യ സ്ഥാപനങ്ങളോ ഉള്ള ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നിങ്ങൾ ഇതുവരെ കെട്ടിട നികുതി അടച്ചിരുന്ന രീതിക്കല്ല ഇനി അങ്ങോട്ട് അടയ്ക്കേണ്ടത്. ഇത്രയും നാൾ കെട്ടിട നികുതി എല്ലാം അടച്ചിരുന്നത് സഞ്ജയ വഴിയാണ്. lsgkerala.gov.in എന്ന വെബ്സൈറ്റ് വഴി യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറിക്കഴിഞ്ഞാൽ ഇത്രയും നാൾ കരമടയ്ക്കാമായിരുന്നു. ഇപ്പോഴും പഞ്ചായത്തിൽ ഇപ്രകാരം തന്നെയാണ് കരമടയ്ക്കുന്നത്. മാറ്റം വന്നിരിക്കുന്നത് മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും മാത്രമാണ്. നിങ്ങളുടെ വീടോ സ്ഥാപനമോ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷൻ പരിധിയിലോ ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ കെ-സ്മാർട്ട് വഴിയാണ് കരമടയ്ക്കേണ്ടത്. അതെങ്ങനെയെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നോക്കാം. കെ-സ്മാർട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കെ-സ്മാർട്ട് LSGD എന്ന് കാണിക്കും. ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നത് കാണാം. ഇവിടെ ലോഗിനും കാണിക്കുന്നുണ്ട്, രജിസ്റ്ററും കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കെ-സ്മാർട്ടിൽ വരുന്ന ഒരാൾ രജിസ്റ്ററാണ് ചെയ്യേണ്ടത്. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ സിറ്റിസൺ രജിസ്റ്ററും ലൈസൻസി രജിസ്റ്ററും കാണിക്കും. ഇവിടെ സിറ്റിസൺ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഈ ചോദിച്ചിരിക്കുന്ന കോളത്തിൽ എൻ്റർ ചെയ്യുക. ശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ഇനി അതല്ല, ആധാറും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ചെയ്യുക. അത് ചെയ്ത ശേഷം മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ലഭിച്ച OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. നിങ്ങളുടെ ആധാറിലെ പേര് നെയിം എന്ന കോളത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഈ കോളത്തിൽ വീണ്ടും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, OTP സബ്മിറ്റ് ചെയ്യുക. അതിന് താഴെയുള്ള വാട്സാപ്പ് നമ്പർ എന്ന കോളത്തിൽ വീണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെ കാണുന്ന ഇമെയിൽ കോളത്തിൽ മെയിൽ IDയും എൻ്റർ ചെയ്യുക. അത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഡിസ്പ്ലേ വരുന്നത്. മുകളിൽ നിങ്ങളുടെ ആധാറിലെ ഫോട്ടോയും കാണിക്കും. ഫോട്ടോയുടെ വലതുവശത്ത് കാണുന്ന ആരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്താണ് ലോഗൗട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ലോഗൗട്ട് ചെയ്ത ശേഷം വീണ്ടും കെ-സ്മാർട്ട് പേജ് എടുക്കുക. അതിനുശേഷം ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നതായിരിക്കും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്രകാരമുള്ള പേജിലേക്ക് നയിക്കപ്പെടും. ഈ സൈറ്റ് വഴി ആദ്യമായി കരമടയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് മെനക്കേടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഈ സൈറ്റിനെ കുറിച്ച് അറിയാനിടയായത് ഒരു സുഹൃത്ത് മുഖേനയാണ്. ഇതുവഴി കരമടയ്ക്കാനായിട്ട് എനിക്ക് ഒരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടതായി വന്നു. പക്ഷേ അവസാനം ആരുടെയും സഹായമില്ലാതെ തന്നെ എനിക്ക് കരമടയ്ക്കാൻ കഴിഞ്ഞു. വേണ്ടത് കുറച്ച് ക്ഷമയാണ്. എന്തായാലും കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ മുകളിൽ കാണുന്ന അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം പ്രോപ്പർട്ടി ടാക്സ് ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൻ്റെ വലതുവശത്ത് ടാക്സ് പേയ്മെൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ മുകൾ വശത്ത് കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് കരമടയ്ക്കുന്നവർ ലിങ്ക് ബിൽഡിങ്ങിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ബിൽഡിങ്ങിൽ ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഈ കാണുന്ന കോളം എല്ലാം എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഡിസ്ട്രിക്റ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അത് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്യുക. രണ്ടാമതായി വലതുവശത്ത് ലോക്കൽ ബോഡി ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അതായത് മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നുള്ളത്. അതും ഏതാണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്യുക. ലോക്കൽ ബോഡി നെയിമിൻ്റെ ഭാഗത്തും സ്ക്രോൾ ചെയ്യുക. നിങ്ങളുടേത് ഏതാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യുക. സോണൽ ഓഫീസും എൻ്റർ ചെയ്യുക. വാർഡ് ഇയർ ചോദിക്കുന്നുണ്ട്. അതിവിടെ 2013 എൻ്റർ ചെയ്ത് കൊടുക്കുക. വാർഡ് നമ്പർ നെയിം എന്നുള്ള കോളം സ്ക്രോൾ ചെയ്യുക. നിങ്ങളുടെ വാർഡ് നമ്പരും പേരും സെലക്ട് ചെയ്യുക. ഡോർ നമ്പർ എന്നുള്ള ഭാഗത്ത് കെട്ടിടത്തിൻ്റെ നമ്പർ കൊടുക്കുക. ബിൽഡിങ്ങിൻ്റെ കാറ്റഗറി കൊടുക്കുക. റെസിഡൻഷ്യൽ ആണോ കമേഴ്ഷ്യൽ ആണോ എന്നുള്ളത്. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ തന്നെ ബിൽഡിങ്ങിൻ്റെ ഏരിയയും അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ടും ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇത് സബ്മിറ്റ് കൊടുക്കുക. തൊട്ട് താഴെ കാണുന്ന ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ വലതുവശത്ത് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നൊരു കോളം കാണാം. അതിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു ക്യാമറ ഐക്കൺ വരുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളുടെ ആധാറിൻ്റെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ആ ഫോട്ടോ ആ കോളത്തിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് വലതുവശത്ത് ഇപ്രകാരം കാണിക്കും. ആധാറിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഭാഗമൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഡോക്യുമെൻ്റ് എന്നൊരു ഭാഗം വരുന്നുണ്ട്. അവിടെയും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സെയിം എന്ന് കൊടുത്താൽ മതി. അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്രകാരത്തിലുള്ള ഒരു അക്നോളജ്മെൻ്റ് ആയിരിക്കും ലഭിക്കുക. ഹോം പേജിൽ പോയി മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. അവിടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് നടക്കുകയാണ്. ഒരുപക്ഷെ ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ടായിരിക്കാം ഇത്രയധികം ഫോർമാലിറ്റീസ്. ഇനിയുള്ള വർഷങ്ങളിൽ അടയ്ക്കുമ്പോൾ ക്വിക്ക് പേ വെച്ച് നമുക്ക് പെട്ടെന്ന് അടയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ അപേക്ഷ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു 10-12 മണിക്കൂർ സമയം അവർക്ക് അനുവദിക്കുക. 10-12 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ വീണ്ടും കെ-സ്മാർട്ടിൽ ലോഗിൻ ചെയ്യുക. പഴയതുപോലെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഫോൺ നമ്പറും OTPയും വെച്ച് ലോഗിൻ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്.
അതുവഴി കരമടയ്ക്കാനുള്ള അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ്. വീണ്ടും കെ സ്മാർട്ടിൽ കയറുക. പേ ടാക്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്വിക്ക് പേ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആധാർ നമ്പർ എന്നെഴുതിയിരിക്കുന്ന കോളത്തിൽ ആധാർ നമ്പർ കൊടുക്കുക. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഓപ്ഷനും വന്നിട്ടുണ്ട്. പേ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI മുതലായ വഴികളിൽ കൂടെയൊക്കെ പേയ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും. പേയ്മെൻറ്റ് വിജയിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, സഞ്ജയ പോലെ എളുപ്പമായിരിക്കില്ല കെ സ്മാർട്ട് വഴിയുള്ള മുഴുവൻ പ്രൊസീജിയറും. ക്ഷമയോടെ 3-4 വട്ടം ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.